Good morning, everyone. My name is Rohit Shibu, and I am part. Good morning, everyone. My name is Rohit Shibu, and I am part of the Ytalks. Today, I'm here to talk about the Ytalks family. The Ytalks family, or the Ytalks program, is a talk show where we encourage all of us young children to ask ourselves why. Have you ever wondered why we sleep, why we eat, why we wake up in the morning, or why we should buy that thing? If you ask yourselves all these simple questions, you will see more clarity in your life, and especially for the young children. And that is what Ytalks mainly focuses on. We all believe, the Ytalks believe, that if a child or if a young ones like us ask ourselves why on simple questions that we do not have the answer to, they have the ability to educate others on that same question. They will educate the world with adults and children about that particular question with a unique answer. This is a really good skill to develop as a young age because it brings new ideas. So if you want to be part of a Ytalks family, then don't at all hesitate to join us. We will have your episodes where your child can always participate and share the questions that they have an answer to that the world doesn't know about. Ytalks is the platform for children from grade 1 to 10, and if you are willing to participate, please do. And I will be with you with the next episode of Ytalks. Bye bye. നമസ്കാരം. കുട്ടികൾക്കായുള്ള Ytalks എന്ന ഒരു പുതിയ പരിപാടിയെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. എന്തിനു മുൻപ് അവരോട് തന്നെ എന്തുകൊണ്ടെന്ന് ചോദിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് Ytalksന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. Ytalksന്റെ ഓരോ എപ്പിസോഡിലും കുട്ടികൾ സംസാരിക്കുക എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ കുറിച്ചായിരിക്കും. Ytalksന്റെ ഓരോ എപ്പിസോഡെങ്കിലും അവതരിപ്പിച്ച ഒരു കുട്ടി പിന്നീട് ജീവിതത്തിൽ വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഒരു കൂട്ടം കുട്ടികൾ Ytalksൽ അവരുടെ വൈകളെ പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന മറ്റു കുട്ടികളും വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ വളരെ പോസിറ്റീവായുള്ള ഒരു ചിന്താരീതി കൊണ്ടുവരണമെന്ന് Ytalks ലക്ഷ്യമിടുന്നു. നമ്മുടെ കുട്ടികൾ ഓരോ കാര്യത്തിലും എന്തുകൊണ്ട് അല്ലെങ്കിൽ സ്വയം വൈ എന്ന് ചോദിക്കുമ്പോൾ, അതിന്റെ ഓരോ കാര്യത്തിന്റെയും ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് പുതിയ പുതിയ ആശയങ്ങളും സ്വതന്ത്ര ചിന്താരീതിയും വളരെ ചെറുപ്പത്തിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു.
ചുറ്റുപാട് കാണുന്നതും കേൾക്കുന്നതും അതേപോലെ വിശ്വസിക്കാതെ അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങൾ സ്വയം വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനും അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുതിർന്നവരോട് സധൈര്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടേ? ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ ആ തെറ്റ് അല്ലെങ്കിൽ ആ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് സ്വയം ചോദിച്ച് എന്തുകൊണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടി പിന്നീട് ജീവിതത്തിൽ ഈ ഭയപ്പാടൊന്നുമില്ലാതെ തെറ്റുകളെ ഭയപ്പെടാതെ മുന്നോട്ട് വിജയകരമായി പോകുവാൻ സാധിക്കില്ലേ? ഇങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തരാക്കുവാൻ YTalks ലക്ഷ്യമിടുന്നു. YTalksന്റെ ഓരോ പരിപാടിയിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. അവർക്ക് അവരുടെ വിഷയങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവതരിപ്പിക്കാം. YTalksന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് താല്പര്യപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ ആ പരിപാടിക്ക് തയ്യാറാക്കാൻ YTalks കൂടെ ഉണ്ടാകും. YTalksന്റെ ഒരു എപ്പിസോഡിലെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. YTalksന്റെ ആദ്യത്തെ എപ്പിസോഡിനായി YTalksന്റെ സയൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സയൻസ് ക്വിസ് മത്സരത്തില് ലൈവ് സ്ട്രീമിംഗ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴ് 27 ആൾക്കാരാണ് വാച്ച് ചെയ്യുന്നത്. പക്ഷേ നിരവധി കുട്ടികൾ നമ്മുടെ ക്വിസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്നാണ് 10 ചോദ്യങ്ങൾ നമ്മുടെ ക്വിസ് മത്സരത്തിന് ചോദിക്കുക. 25 ചോദ്യങ്ങളിൽ 10 ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കൂടുതൽ കുട്ടികളൊന്ന് വന്നോട്ടെ. Good morning, everyone. My name is Rohit Shibu, and I'm part of the Ytalks. Today, I'm here to talk about the Ytalks family. The Ytalks family, or the Ytalks program, is a talk show where we encourage all of us young children to ask ourselves why. Have you ever wondered why we sleep, why we eat, why we wake up in the morning, or why we should buy that thing? If you ask yourselves all these simple questions, you will see more clarity in your life, and especially for the young children. And that is what YTalks mainly focuses on. We all believe, the YTalks believe, that if a child or if a young ones like us ask ourselves why on simple questions that we do not have the answer to, they have the ability to educate others on that same question. They will educate the world with adults and children about that particular question with a unique answer. This is a really good skill to develop as a young age because it brings new ideas. So, if you want to be part of a YTalks family, then don't at all hesitate to join us. We will have your episodes where your child can always participate and share the questions that they have an answer to that the world doesn't know about. YTalks is the platform for children from grade 1 to 10, and if you are willing to participate, please do. And I will be with you with the next episode of YTalks. Bye bye.
നമസ്കാരം. കുട്ടികൾക്കായുള്ള വൈറ്റോക്സ് എന്ന ഒരു പുതിയ പരിപാടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തിനു മുൻപ് അവരോട് തന്നെ എന്തുകൊണ്ടെന്ന് ചോദിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് വൈറ്റോക്സിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. വൈറ്റോക്സിന്റെ ഓരോ എപ്പിസോഡിലും കുട്ടികൾ സംസാരിക്കുക എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ കുറിച്ചായിരിക്കും. വൈറ്റോക്സിന്റെ ഒരു എപ്പിസോഡെങ്കിലും അവതരിപ്പിച്ച ഒരു കുട്ടി പിന്നീട് ജീവിതത്തിൽ വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഒരു കൂട്ടം കുട്ടികൾ വൈറ്റോക്സിൽ അവരുടെ വൈകളെ പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന മറ്റു കുട്ടികളും വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ വളരെ പോസിറ്റീവായുള്ള ഒരു ചിന്താ രീതി കൊണ്ടുവരണമെന്ന് വൈറ്റോക്സ് ലക്ഷ്യമിടുന്നു. നമ്മുടെ കുട്ടികൾ ഓരോ കാര്യത്തിലും എന്തുകൊണ്ട് അല്ലെങ്കിൽ സ്വയം വൈ എന്ന് ചോദിക്കുമ്പോൾ, അതിന്റെ ഓരോ കാര്യത്തിന്റെയും ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് പുതിയ പുതിയ ആശയങ്ങളും സ്വതന്ത്ര ചിന്താരീതിയും വളരെ ചെറുപ്പത്തിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതും അതേപോലെ വിശ്വസിക്കാതെ അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങൾ സ്വയം വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനും, അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുതിർന്നവരോട് സധൈര്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടേ. ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ ആ തെറ്റ് അല്ലെങ്കിൽ ആ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് സ്വയം ചോദിച്ച് എന്തുകൊണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടി പിന്നീട് ജീവിതത്തിൽ ഈ ഭയപ്പാടൊന്നുമില്ലാതെ, തെറ്റുകളെ ഭയപ്പെടാതെ മുന്നോട്ട് വിജയകരമായി പോകുവാൻ സാധിക്കില്ലേ? ഇങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തരാക്കുവാൻ വൈറ്റോക്സ് ലക്ഷ്യമിടുന്നു. വൈറ്റോക്സിന്റെ ഓരോ പരിപാടിയിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. അവർക്ക് അവരുടെ വിഷയങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവതരിപ്പിക്കാം. വൈറ്റോക്സിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് താല്പര്യപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ ആ പരിപാടിക്ക് തയ്യാറാക്കാൻ വൈറ്റോക്സ് കൂടെ ഉണ്ടാകും. വൈറ്റോക്സിന്റെ ഒരു എപ്പിസോഡിലെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വൈറ്റോക്സിന്റെ ആദ്യത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. നന്ദി. നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരേണ്ടത് തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്വമാണ്. 10 ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ വൈറ്റോക്സിന്റെ സയൻസ് ക്ലബ്ബ് സ്റ്റുഡന്റ് ഡയറക്ടർ ആയിട്ടുള്ള മരിയ എടുക്കുന്ന ക്ലാസ്സിൽ നിന്നാണ്. നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷന്റെ 10 ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. Over to our student director, Maria. Thank you, sir. Sir, is the screen visible? Yes, Maria. Go ahead. So, hello everyone. This is Maria. So, today we'll be going on a little journey through our solar system and learning some things about our solar system. So, let's carry on. So, the topics we'll be covering today are the introduction to the universe, what is Big Bang theory, so what are stars, what are constellations, what are planets, and some extra knowledges. So, let's move on. Introduction to the universe. The universe. The vast, unbounded, but finite surrounding space is called universe. The universe includes everything that exists, such as galaxies, stars, planets,
satellites, asteroids, comets, meteoroids, and all other heavenly bodies. The stars, the sun, the moon, planets, and shooting stars are some of the celestial bodies that are part of our universe. So, അതിരുകളില്ലാത്തതും എന്നാൽ പരിമിതവുമായ ചുറ്റുവട്ടത്തെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തിന് ബൗണ്ടറീസ് ഇല്ല, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ സർക്കിൾ എന്ന് പറയുന്ന ആ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ സർക്കിളിന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് പോയിന്റ് ഏതാണ് നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? കാരണം സർക്കിൾ ഒരു സർക്കുലർ ഫിഗർ ആണ്. അതിന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് പോയിന്റും ഇല്ല. പക്ഷേ അതിനൊരു പെരിമീറ്റർ അല്ലെങ്കിൽ ഒരു ലെങ്ത് ഉണ്ട്. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇങ്ങനെയുള്ളതാണ്. പക്ഷെ ഒരു സർക്കിളിന് ഒരു ലെങ്ത് ഉണ്ട്, പക്ഷെ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഇല്ല. ഇപ്പൊ സർക്കിളിലെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സർക്കിളിന്റെ ലെങ്ത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിന്റെ കേസും. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിമിതി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അഥവാ അല്ലെങ്കിൽ എൻഡിങ് പോയിന്റ് നമുക്ക് അറിയത്തില്ല, അത് ഇല്ല. പക്ഷെ അതിന്റെ ഒരു ലിമിറ്റഡ് ഒരു ഏരിയയാണ്. അപ്പൊ ഇതേയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിലെ ഗാലക്സീസ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് ഇതെല്ലാം നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു ഓരോരോ പാർട്സ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സൺസ്, സ്റ്റാർസിനെയും മൂൺസിനെയും പ്ലാനറ്റ്സിനെയും ഷൂട്ടിംഗ് സ്റ്റാർസ്, മീറ്ററോയിഡ്സ്, അതുപോലെ ആസ്ട്രോയിഡ്സ് ഇതെല്ലാം സെലസ്റ്റിയൽ ബോഡീസ് എന്ന് നമ്മൾ വിളിക്കും. ഇപ്പൊ യൂണിവേഴ്സിലുള്ള ഇങ്ങനത്തെ സ്റ്റാർസ്, മൂൺസ്, പ്ലാനറ്റ്സ് ഇവയെല്ലാം നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിക്കും. അപ്പം ഞാനിവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഗാലക്സീസും അതുപോലെ തന്നെ ഗാലക്സീസ് ഇതൊക്കെ സ്റ്റാർസ് ഒക്കെയാണ്. നമ്മുടെ യൂണിവേഴ്സിന്റെ ഓരോരോ പാർട്സ് ആണ്. The Big Bang Theory. The Big Bang Theory. The whole of the matter, time, and space of the universe was concentrated in a very dense and hot fireball. After about 20 billion years ago, an explosion occurred. Time, space started expanding, and stars and galaxies originated. The faster moving galaxies have gone farther away than the slow ones. The galaxy situated at 20 billion light years is the boundary of the universe. Boundary എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ എൻഡ് പോയിന്റ്. അപ്പൊ ബിഗ് ബാങ് തിയറി പ്രപഞ്ചത്തിലെ ടൈമും സ്പേസും മാറ്ററും എല്ലാം സാന്ദ്രതമായി ഒരു പോയിന്റില് ഒരു കുഞ്ഞു ബോളില് ഇങ്ങനെ എല്ലാം കൂട്ടി വെച്ചേക്കുമായിരുന്നു. എല്ലാം ഒരു ഡെൻസ് പോയിന്റ്. ഡെൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ 2 ഒരു അയണിന്റെ ഇതുമുണ്ട്, അതുപോലെ തന്നെ ഒരു കോട്ടനും ഉണ്ട്. അപ്പൊ നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് അയണും കോട്ടനും എടുക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ്? ഓഫ്കോഴ്സ് അയണിനായിരിക്കും കൂടുതൽ വെയിറ്റ്. കോട്ടനേക്കാളും അയണിനായിരിക്കും കൂടുതൽ വെയിറ്റ്. അപ്പൊ നമ്മൾ പറയും അയൺ ഇസ് മോർ ഡെൻസർ ദാൻ കോട്ടൺ, or cotton is less denser than iron. Iron ആണ് കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്, കാരണം കൂടുതൽ വെയിറ്റ് ഉള്ളത് അയൺ ആണ്. അപ്പൊ അതിനാണ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടൈമും സ്പേസും എല്ലാം മാറ്ററും എല്ലാം ഒരു കുഞ്ഞു കോൺസെൻട്രേറ്റഡ് ബോളിലേക്ക്, ഹോട്ട് ഫയർ ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം 20 ബില്യൺ വർഷം മുമ്പ് ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അതൊരു എക്സ്പ്ലോഷനിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ എക്സ്പ്ലോഷനിലൂടെ സ്റ്റാർസും ഗാലക്സീസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യാൻ തുടങ്ങി. This resulted in the formation of galaxies and stars and all other celestial heavenly bodies. So the faster moving galaxies have gone further away than the slower ones. So the galaxy during the explosion, the fastest galaxies, the galaxies which was thrown out, which is faster than the rest, is the boundary of the universe. അതാണ് കൂടുതൽ പോയേക്കുന്നത്, കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന, കൂടുതൽ ഫാസ്റ്റ് ആയി പോയേക്കുന്ന ഗാലക്സികളാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിന്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ആ എൻഡ് പോയിന്റ് അല്ല, ലാസ്റ്റ് ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ 20 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ ആയിട്ടുള്ള
ഗാലക്സി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് യൂണിവേഴ്സിന്റെ ആ ഒരു എൻഡിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത്തിരി ഫൺ ഫാക്ട്സിലേക്ക് പോകാം. Notice, a light year is the unit of length in astronomy which equal to the distance that light travels in 1 year. Light years അല്ലെങ്കിൽ പ്രകാശ വർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശ വർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The speed of light in a second is 3 into 10 raised to meter per second. And 1 light year is equal to 9.46 into 10 raised to 12 kilometer. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ആണ്, അഥവാ അല്ലെങ്കിൽ 3 into 10 raised to 8 meter per second ആണ് ലൈറ്റിന്റെ സ്പീഡ് ഒരു സെക്കൻഡിൽ. അതുപോലെ തന്നെ 9.46 into 10 raised to 12 കിലോമീറ്റർ ആണ് ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നല്ല ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. The nearest star to Earth after the Sun is known as Proxima Centauri, which is 4.3 light years away. അപ്പം നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ സൺ ആണ്. നമ്മുടെ എർത്തിനാണ് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ. The second nearest രണ്ടാമതായി വരുന്നത് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന സ്റ്റാർ ആണ്. അത് 4.3 ലൈറ്റ് ഇയേഴ്സ് away ആണ്. ഒരു ലൈറ്റ് എന്ന് പറയുന്നത് 9.46 into 10 raised to 12 കിലോമീറ്റർ. അതിങ്ങനെ 4.3 ലൈറ്റ് ഇയേഴ്സ് away ആണ് പ്രോക്സിമ സെഞ്ചുറി ഉള്ളത്. നെക്സ്റ്റിലേക്ക് പോകാം. Stars. What are stars? What are stars? Star is a luminous ball of gas, mostly hydrogen and helium, held by its own gravity. സോ നക്ഷത്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോൾ ഓഫ് ഗ്യാസ് ആണ്. നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ബോൾ ഓഫ് ഗ്യാസ് ആണ്. അത് സ്വയം പ്രകാശം പുറപ്പെടുപ്പിക്കുവാൻ സാധിക്കുന്ന ഹൈഡ്രജനും ഹീലിയത്തിന്റെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു ബോൾ ഓഫ് ഗ്യാസിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാറില് മെയിൻലി ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ് കമ്പോസിഷൻ. അതുപോലെ തന്നെ സ്റ്റാർ ലൂമിനിയസ് ബോഡിയാണ്. സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിനെയാണ് നമ്മൾ ലൂമിനിയസ് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലൂമിനിയസ് ബോൾ ഓഫ് ഗ്യാസ്. സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾ ഓഫ് ഗ്യാസ് ആണ് സ്റ്റാർ. Stars are self-lighted, whereas the planets shine only when they receive the light from the stars. അപ്പൊ ഇതുകൊണ്ട് തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂമിനസ് ബോഡിനെ കുറിച്ചാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർസ് ആർ സെൽഫ്-ലൈറ്റഡ്. ദേ ആർ സെൽഫ്-ലൈറ്റഡ് മീനിങ് അവർ സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അഥവാ പക്ഷെ മറ്റു സമയം പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് അതിന് സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നോൺ ലൂമിനിയസ് ബോഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എങ്ങനെയാണ് പ്ലാനറ്റ്സിനെ കാണാൻ പറ്റുന്നത്? അവര് ഈ സ്റ്റാർസിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. അവർക്ക് സ്വയം ലൈറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അവരെ വിസിബിൾ ആകാൻ കാരണം, നമുക്ക് അവരെ കാണാൻ കാരണം സ്റ്റാർസിൽ നിന്ന് വരുന്ന ലൈറ്റ് അവര് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം കേസാണ് നമ്മുടെ മൂണിനും ലൈറ്റ് ഇല്ല. പക്ഷെ നമ്മൾ രാത്രി ഇറങ്ങി നോക്കുവാണെങ്കിൽ നമുക്ക് മൂണിനെ കാണാം. പക്ഷെ മൂണിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാ അപ്പൊ കാണുന്നത്? സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മൂണിനെ കാണുന്നത്. The planets revolve around the star. അപ്പം ഇത് നമ്മുടെ സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ മാറ്റർ. രണ്ട് മാറ്ററുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാർ നടുക്ക് വെക്കുന്നു, അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർ ആണ് അതിന്റെ മെയിൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അങ്ങനെ നമുക്ക് പറയാം. The closest star to the Earth is Sun. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ സൺ ആണ്. Constellations. The stars which appear in the form of closed groups
and form some recognizable patterns are known as constellations. നക്ഷത്രക്കൂട്ടങ്ങളെ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചില രൂപങ്ങൾ അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ അവർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് അഥവാ രാശി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ കുറെ നമ്മളിങ്ങനെ വെറുതെ നോക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ഓരോ സ്റ്റാർസ് കൂട്ടം കൂടി നിന്നുമ്പോൾ ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. So constellations are groups of stars when seen from Earth forms recognizable patterns or shapes. Some of these easily recognizable constellations are Ursa Major or the Great Bear, Ursa Minor or Laku Saptarishi, Onion or Scorpio. One of the most famous constellations which you can see in the night is Ursa Major. It is known as the Big Dipper, the Great Bear or Saptarishi. Ursa Major എന്ന് പറയുന്ന കോൺസ്റ്റലേഷനെ മൂന്ന് രീതി പറയുന്നുണ്ട്. ഒന്ന് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ദ ഗ്രേറ്റ് ബെയർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹിന്ദി നെയിമായ സപ്തഋഷി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. It is because Ursa Major constellation consists of 7 bright stars. 7 bright stars ആണ് Ursa Major constellation ഉള്ളത്, which are arranged in a pattern resembling somewhat a big bear or a big dipper. അങ്ങനെ നമുക്ക് അത് നമ്മുടെ ഓൺ ഇമാജിനേഷനിൽ കാണുന്നതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് Ursa Major. ഇതിന് ഒരു സ്പൂൺ പോലെ എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും എനിക്ക് ഒരു സ്പൂൺ പോലെ തോന്നി. അതുകൊണ്ട് അതിനെ ദ ബിഗ് ഡിപ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് അതൊരു ബെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ദ ഗ്രേറ്റ് ബെയർ എന്നും അതിനെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 7 സ്റ്റാർസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 stars. It is a constellation with 7 stars. Next time നമുക്ക് പഠിക്കാനുള്ള പ്ലാനറ്റ്സിനെ. So planets are those heavenly bodies that revolve around the sun. They look like stars, but they do not twinkle. Their observed brightness is only due to the light of the sun reflected by them. There are 8 planets in our solar system. They move in an elliptical shaped paths called orbits around the sun. The 8 planets of our solar system, in increasing order of their distances from the sun, are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. സൂര്യനെ ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും, പക്ഷെ അവ മിന്നുന്നില്ല. അവ സണ്ണിന്റെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ദേ ആർ നോൺ ഡോമിനിയസ് ബോഡീസ്. അവർക്ക് സ്വയം പ്രകാശം ഇല്ല, അതുകൊണ്ട് അവര് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവര് മൂവ് ചെയ്യുന്ന സണ്ണിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്, ഒരു എലിപ്റ്റിക്കൽ പാത്ത് ഉണ്ട്. എലിപ്റ്റിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സർക്കിൾ എടുത്ത് അതിന് ഇങ്ങനെ വലിച്ചേക്കുന്ന ഒരു ഓവൽ ടൈപ്പ് ഷേപ്പിൽ വരുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഷേപ്പിനെയാണ് നമ്മൾ എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ എലിപ്റ്റിക്കൽ പാത്തിന്റെ പേരാണ് ഓർബിറ്റ്. അപ്പം ഒരു പ്ലാനറ്റ് സണ്ണിന്റെ ചുറ്റും സണ്ണിനെ റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ സോളർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. So let's explore our solar system. So are you all ready? So we've got our spaceship. We're all going in 3, 2, 1. So our first destination is Mercury. Mercury, or Earth, lies closer to the sun than any other planet. It's a dry, hot, and virtually airless planet. It has craters like the moon, but its interior is similar to that of the Earth. Like the Earth, its interior contains iron and other heavy elements.
Mercury is much smaller in size than Earth. Mercury is a less common planet that appears in the east before sunrise. So it is also sometimes called the morning star. Being close to the sun, it only takes 88 Earth days to go once around the sun. മറ്റേതൊരു ഗ്രഹത്തെക്കാളും സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ. ബുധൻ ചന്ദ്രനെ പോലെ ഗർത്തങ്ങളുള്ള സർഫസിൽ ഗർത്തങ്ങളുണ്ട്. പക്ഷെ അതിന്റെ കോർ അല്ലെങ്കിൽ ഉൾഭാഗം എർത്തിനെ പോലെ അയൺ വെച്ചാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അയൺ കോമ്പോസിഷൻ ആണ് അതിന്റെ കോറിലുള്ളത്. അയൺ മാത്രമല്ല, അതുപോലെ തന്നെ ഹെവി എലമെന്റ്സും ഉണ്ട്, നിക്കൽ, അങ്ങനത്തെ വേറെ കുറെ എലമെന്റ്സ് ഉണ്ട്. മെർക്കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്രൈ ഹോട്ട് ഏരിയ ആണ്. കാരണം സണ്ണിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. അവിടെ ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ ഭയങ്കര ഹോട്ട് ആണ്. അതുപോലെ അതിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്കിപ്പോ ഇവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, നമുക്ക് എയർ ഉണ്ട്, വി ആർ സറൗണ്ടഡ് ബൈ എയർ. But in Mercury, there is no air. The atmosphere is absent. അതുകൊണ്ട് എയർലെസ് പ്ലാനറ്റ് എന്ന് പറയുന്ന പ്ലാനറ്റ് ആണ് മെർക്കറി. മെർക്കറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂണിലെ പോലെ ക്രേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. മെർക്കുറി ഇസ് മച്ച് സ്മോളർ ഇൻ സൈസ് ആൻഡ് എർത്ത്. എർത്തിന്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെർക്കുറി ഭയങ്കര കുഞ്ഞതാണ്. അതുപോലെ തന്നെ മെർക്കുറി ലെസ് കോമൺ പ്ലാനറ്റ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സൺറൈസിന് മുൻപ് ഈസ്റ്റിൽ കാണുന്ന ഒരു പ്ലാനറ്റ് ആയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് മെർക്കുറിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മോർണിംഗ് സ്റ്റാർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. മെർക്കുറിന്റെ റെവല്യൂഷൻ പീരീഡ്, സണ്ണിന്റെ ചുറ്റും പോകുന്ന പീരീഡ് വെറും 88 എർത്ത് ഡേയ്സ് ആണ്. 88 എർത്ത് ഡേയ്സ്. ബിക്കോസ് ഇറ്റ് ഇസ് റിയലി ക്ലോസ് ടു ദ സൺ ആൻഡ് സോ ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ പുള്ള് മെർക്കുറിക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് 88 ഡേയ്സ് കൊണ്ട് പെട്ടെന്ന് കറങ്ങി വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. So next destination is Venus. Venus or Shukra is the brightest object in our sky after the sun and the moon. Its bright appearance is due to its cloudy atmosphere, which reflects almost 3/4 of the sunlight falling on it. Venus is almost the same size as Earth, but rotates relatively slowly around its axis. It has no moons or satellites of its own. Venus is even hotter than Mercury, though it is relatively further away from the sun. This is because of the high percentage of carbon dioxide in its atmosphere. This gas traps most of the sun's heat, falling on it, and this is due to an effect called the greenhouse effect. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് വീനസ്. Its bright appearance is due to its cloudy atmosphere. വീനസ് ഇത്രയും ബ്രൈറ്റ് ആകുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അറ്റ്മോസ്ഫിയർ പോലത്തെ ക്ലൗഡി അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുകൊണ്ട് ഈ സൺലൈറ്റ് വന്ന് അതിന് പതിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അതിന്റെ 1/4 മാത്രമേ വീനസിന് കയറുന്നുള്ളൂ, ബാക്കി എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് അത്രയും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. Venus is almost the same size as Earth, but rotates relatively slowly around its axis. വീനസിന്റെ സൈസും എർത്തിന്റെ സൈസും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സിമിലർ ആണ്. പക്ഷേ റൊട്ടേഷൻ ഇത്രയും കൂടെ സ്ലോ ആണ് വീനസിന്. It has no moons or satellites of its own. വീനസിന് മൂൺസ് ഇല്ല. മൂൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൂൺ മാത്രമല്ല. മൂൺ എന്ന സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷൻ കാരണം ചുറ്റുന്ന ഏതൊരു ഒബ്ജക്റ്റും ആ ഒരു പ്ലാനറ്റിന്റെ മൂണാണ്, അഥവാ സാറ്റലൈറ്റ് ആണ്. എർത്തിന് ഒരു സാറ്റലൈറ്റ് ആണ്, അതിനെ നമ്മൾ മൂൺ തന്നെ വിളിക്കുന്നു. വീനസിന് ഒരു സാറ്റലൈറ്റ് ഇല്ല. ബാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ കുറെ പ്ലാനറ്റ്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും കുറെ സാറ്റലൈറ്റ് ഉണ്ട്. നമുക്ക് അതെല്ലാം വിശദമായി കാണാം. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ വീനസിനായിരിക്കും കൂടുതൽ, വീനസിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ മെർക്കുറിനെക്കാളും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെർക്കുറിയാണ് സണ്ണിന്റെ അടുത്ത് പിന്നെയും ക്ലോസ്. ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിരിക്കുന്ന പ്ലാനറ്റ് മെർക്കുറി ആണെങ്കിലും കൂടുതൽ ഹീറ്റ് ഉള്ളത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ളത് വീനസിലാണ്. ഇതിന്റെ കാരണം വീനസിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് CO2 ആണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹീറ്റിനെ അങ്ങ് ട്രാപ്പ് ചെയ്യും. ഹീറ്റിനെ അങ്ങ് ട്രാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ
കൂടുതലായിട്ട് റൈസ് ചെയ്യും. അതുകൊണ്ടാണ് വീനസ് ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് നമ്മുടെ സോളർ സിസ്റ്റത്തിൽ വീനസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എർത്തും ഇപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം എവിടെയാണെങ്കിൽ തന്നെ കൂടുതൽ ഇപ്പൊ കൂടുതൽ ചൂടായി തുടങ്ങുന്നുണ്ട്. അതിന്റെ കാരണം ഇപ്പൊ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് നമ്മുടെ എർത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എർത്ത് ഉണ്ട്. Earth or Prithvi is a very unique and special planet of our solar system. Like the other planets, the Earth not only revolves around the sun, but also rotates about an imaginary axis of its own. The portion of the Earth facing the sun at any time has the day. Other portion facing away from the sun has the night. As the Earth rotates on its axis, day and night follow one another. The axis of rotation of the Earth is known to be tilted with respect to its orbit. It completes one revolution around the sun in nearly 365 days. When the northern hemisphere is tilted towards the sun, it is summer there. At that time, it is winter in the southern hemisphere. The reverse happens when northern hemisphere is tilted away from the sun. Autumn and spring occur when the Earth is in between these two extreme positions in its orbit. അപ്പം എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഭൂമി അല്ലെങ്കിൽ പൃഥ്വി എന്നൊരു പ്ലാനറ്റ് വളരെ യൂണീക്കാണ്. കാരണം ഈ സോളാർ സിസ്റ്റത്തിലെ ഏക ലൈഫ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലാനറ്റ് ആണ് നമ്മുടെ എർത്ത്. അതർ പ്ലാനറ്റ്സിനെ പോലെ തന്നെ എർത്ത് റിവോൾവ് ചെയ്യുക മാത്രമല്ല, അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അത് ഞാൻ അതിനകത്ത് വേറൊരു വാക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്, ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആണ്. ഇപ്പൊ ഒരു എർത്തിൽ, ഇപ്പൊ നമ്മുടെ ഇവിടെ എർത്ത് ഉണ്ട്, ഈ എർത്തിന്റെ നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ നമുക്ക് ആക്സിസ് എന്ന് പറയാം. പക്ഷെ എർത്തിന്റെ ആക്സിസ് ഇത്തിരി ടിൽറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കട്ട് ചെയ്യും, ഒരിത്തിരി ഇങ്ങനെ ടിൽറ്റായി കട്ട് ചെയ്യും. ഞാൻ വരുന്ന സ്ലൈഡുകളിൽ അത് കാണിക്കുന്നുണ്ട്, അപ്പൊ നമുക്കത് കാണാം. അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റിന്റെ ഒക്കറൻസ് പറയുന്നുണ്ട്. നമ്മുടെ എർത്തിന്റെ ഒരു പോർഷൻ, സണ്ണിനെ ഫേസ് ചെയ്യുന്ന പോർഷൻ, അതിന് ഡേ എന്ന് പറയുന്ന ഒരു ശരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സണ്ണിനെ ഫേസ് ചെയ്യാത്ത പോർഷൻ അവിടെ നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമുക്കറിയാം റെവല്യൂഷന്റെ ടൈം പീരീഡ് 365 days ആണ്. അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ നമുക്കറിയാം, ഈ രണ്ട് പോൾസ് ഉണ്ട്, നമുക്ക് ഇവിടെയും രണ്ട് പോൾസ് ഉണ്ട്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ ടോപ്പ് മോസ്റ്റ്, സദർൺ ഹെമിസ്ഫിയർ ഡൗൺ പോർഷനുള്ള പോൾ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ ഈ ടിൽറ്റിലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഈ സ്ഥലം സണ്ണിനെ ചുറ്റും സണ്ണിനകത്തോട്ട് ടിൽറ്റ് ചെയ്തിരിക്കുമ്പോ അവിടെ സമ്മർ ആയിരിക്കും, ഈ ഒരു പോർഷനിൽ സമ്മർ ആയിരിക്കും. പക്ഷെ ഈ ഒരു പോർഷൻ അതായത് സദേൺ ഹെമിസ്ഫിയർ സണ്ണിന്റെ റേഡിയേഷൻ വരുമ്പോ അവിടെ ഒത്തിരി എത്തില്ല ലൈറ്റ്, അതുകൊണ്ട് അവിടെ പിന്നെ വിൻഡർ ആയിരിക്കും. പക്ഷെ അതേ സമയം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ അത് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ ഇങ്ങോട്ട് സണ്ണിന്ന് ദൂരെ ആയിരിക്കും, അതേസമയം സദേൺ ഹെമിസ്ഫിയർ സണ്ണിലേക്കായിരിക്കും, സണ്ണിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ സദേൺ ഹെമിസ്ഫിയർ സമ്മറും നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്ററും ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ പോയിന്റ് ഒക്കെ എർത്ത് വരും. ആ സമയം ഓട്ടം സ്പ്രിംഗും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്ലാനറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് സാറ്റലൈറ്റ് ആണ് നമ്മുടെ മൂൺ ആണുള്ളത്. മൂൺ. The moon is the only natural satellite of the earth. സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ സാറ്റലൈറ്റും ഒന്ന് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും. നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് എർത്തിനുള്ളത് മൂണാണ്. അത് ഹ്യൂമൻസ് ഉണ്ടാക്കിയതല്ല, അത് അവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പൊ മൂൺ ഇസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അതേസമയം നമുക്ക് വേറെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻസ് വർക്ക് ചെയ്ത് ലോഞ്ച് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, സ്പേസിലേക്ക് ലോഞ്ച് ചെയ്ത് വിട്ടേക്കുന്ന എർത്തിനെ റിവോൾവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്കുള്ളത് മാർസ് എന്ന ഗ്രഹമാണ്. Mars or Mangal is usually appear reddish in color.
Hence, it is often known as the red planet. Its surface resembles a cold and high-altitude desert. Its atmosphere consists primarily of carbon dioxide along with small amount of nitrogen, oxygen, water vapor, and other gases. Its surface temperature and surface pressure are both very low. These conditions make unlikely for water to exist in a liquid state on the planet. The diameter of Mars is only a little more than the half of the Earth. Its mass is, however, only 1/10 of that of Earth. So Mars, therefore, has a very low average density as compared to Earth. Mars has two natural satellites or moons named as Phobos and Deimos. അപ്പം ചൊവ്വാഗ്രഹം മാർസ് അഥവാ ചൊവ്വാഗ്രഹം സാധാരണമായി ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിനാൽ അത് പലപ്പോഴും ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ സർഫസ് തണുത്തതും ഉയരങ്ങളുള്ള മരുഭൂമിയോട് സാമ്യമുള്ളതാണ്. സോ അതിന്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര തണുത്തതാണ്. അതുപോലെ തന്നെ അതിന്റെ ആൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമി, ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള മരുഭൂമിനെ എടുത്ത് സാദൃശ്യമാണ്. അപ്പൊ ഇതിനകത്തുള്ള ഗ്യാസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇത്തിരിയും കൂടെ ഉള്ളത്. അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്, സ്മോൾ അമൗണ്ട്സിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ അത് ഗ്യാസസ് ഉള്ള ഒരു പ്ലാനറ്റ് ആണ് നമ്മുടെ മാർസ്. പക്ഷെ അതിന്റെ സർഫേസ് ഏരിയ ടെമ്പറേച്ചറും ഭയങ്കര ലോ ആണ്. ടെമ്പറേച്ചറും സർഫേസ് പ്രഷറും, സർഫേസ് ഏരിയ അല്ലാത്ത പ്രഷർ, സർഫേസ് പ്രഷർ എല്ലാം ഭയങ്കര ലോ ആണ്. അതുകൊണ്ട് മാസ് എന്ന് പറയുന്ന പ്ലാനറ്റില് വെള്ളം ഉണ്ടെങ്കിലും അത് ലിക്വിഡ് സ്റ്റേറ്റിൽ വരാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്, ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയതുകൊണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് മാർസിലേക്കൊക്കെ ഇപ്പം മിഷൻസ് പോകുന്നുണ്ട്. അതിനകത്ത് ലൈഫ് കണ്ടെയ്ൻ ചെയ്യാനുള്ള നെസസിറ്റി മിക്കതും മാർസിലുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. The diameter of Mars is only little more than the half of the Earth. അപ്പം മാർസ് എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ഹാഫ്, എർത്തിന്റെ ഹാഫ് ആണ് മാർസ് എന്ന് പറയാൻ പറ്റും. മാർസിന്റെ മാസ് 1/10 ഓഫ് ദാറ്റ് ഓഫ് എർത്ത് ആണ്. ഭയങ്കര മാസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എർത്ത് മാസിനെക്കാളും ഡെൻസർ ആണ്. എർത്തിനാണ് കൂടുതൽ വെയിറ്റ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഡെൻസിറ്റിന്റെ മീനിങ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്കത് മനസ്സിലായി. മാർസിന് 2 മൂൺസ് ഉണ്ട്, 2 നാച്ചുറൽ മൂൺസ് ഉണ്ട്. അതിനെ ഫോബോസും ഡീമോസും പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഫോബോസ്, ഇത് ഡീമോസ്, ഇത് രണ്ടും മാർസിന്റെ മൂൺസ് ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, one of the biggest or largest planet of our solar system, or one and the starting gas giant, Jupiter. Jupiter or Brihaspati is the largest of all planets. According to NASA, Jupiter has 50 confirmed moons and 17 unconfirmed moons. They are confirmed because they are unconfirmed because we are waiting to get more information about them. If the moons get confirmed, Jupiter will have 79 known moons or satellites. This planet has the largest number of moons amongst all the planets. Ganymede is the biggest satellite of Jupiter. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം. ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ ജൂപ്പിറ്ററിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്ലാനറ്റ്. ഇപ്പൊ നാസയുടെ റിസർച്ച് അനുസരിച്ച് ജൂപ്പിറ്ററിന് 50 മൂൺസ് ഉണ്ട്. നമ്മുടെ ഏർത്തിന് തന്നെ 1 മൂണേ ഉള്ളൂ, പക്ഷെ ജൂപ്പിറ്ററിന് 50 മൂണുകളുണ്ട്. അതേപോലെ 17 അൺകൺഫേംഡ് മൂൺസ് ഉണ്ട്. നമുക്ക് കൺഫേം ചെയ്തിട്ടില്ല അത്രയും മൂൺസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു ഉണ്ടോന്ന് തോന്നുന്നു, പക്ഷെ അത് കൺഫേം. നമുക്കൊരു മൂൺ കൺഫേം ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വേണം, ഒത്തിരി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പക്ഷെ ഈ 17 മൂണുകളെ കുറിച്ച് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ജൂപ്പിറ്ററിന് 50 മൂൺസ് ആണ് ഉള്ളത്. അപ്പം ഈ 17 മൂൺസ് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ 79 നോൺ മൂൺസ് ആണ് ജൂപ്പിറ്റർ ഉണ്ടാകാൻ പോകുന്നത്. അതിനകത്ത് ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ് ആണ് ഗാനിമീഡ്. ഒന്ന്
ഗാനിമീഡിന്റെ പിക്ചർ കാണിക്കാം. അപ്പൊ ഇതാണ് ജൂപ്പിറ്ററിന്റെ ലാർജസ്റ്റ് കൺഫേംഡ്. Next, we have one of the most beautiful planets, Saturn. Saturn, or Shani, is quite similar to Jupiter in size and mass and composition. It is the second largest planet of the solar system family. It is distinguished by its very unique and special system of rings. Those rings give it a beautiful appearance. There are 3 distinct rings around the planet. These rings can be seen clearly only with the help of telescope. And Galileo was the first person to observe these rings with a telescope. According to NASA, Saturn has 53 confirmed moons and 9 unconfirmed moons. They are unconfirmed because we are working on to get more information about them. If the moons are confirmed, Saturn will have 82 moons or satellites. Titan is the biggest satellite of Saturn. വലിപ്പത്തിലും ഘടനയിലും ശനി വ്യാഴവുമായി സാമ്യമാണ്, വളരെയധികം സാമ്യമാണ്. ഇതാണ് സൂര്യകുടുംബത്തിലെ 2ാമത്തെ വലിയ ഗ്രഹം. സാറ്റേൺ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. സാറ്റേണിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് സാറ്റേണിനുള്ള റിങ്സിനെയാണ്. ആ റിങ്സ് സാറ്റേണിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരെ നമ്മുടെ മനസ്സിൽ വരുന്ന റിങ്സ് ആണ്, എനിക്കറിയാം. അപ്പം അതാണ് ആ പ്ലാനറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു യുണീക് അപ്പീരിയൻസ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ സാറ്റേണിന്റെ റിങ്സിനെ നമുക്ക് കണ്ണുവെച്ച് കാണാൻ പറ്റില്ല, നമ്മൾ നേക്കഡ് ആയി വെച്ച് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു ടെലിസ്കോപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഗലീലി ആയിരുന്നു ഫസ്റ്റ് പേഴ്സൺ, ഗലീലി ആയിരുന്നു ആദ്യത്തെ ആള്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ സാറ്റേണിന്റെ റിങ്സിനെ ഒബ്സർവ് ചെയ്തത്. നാസ അനുസരിച്ച് സാറ്റേൺ 53 കൺഫേംഡ് മൂൺസും 9 അൺകൺഫേംഡ് മൂൺസും ഉണ്ട്. ഈ കൺഫേംഡ് മൂൺസ് വരെ എപ്പോ വേണമെങ്കിലും മാറാം. പക്ഷെ ഇവര് തന്നെ 53 അന്നാണ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ സാറ്റേണ് 82 മൂൺസ് ഈ 9 മൂൺസും കൂടെ കൺഫേംഡ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പം 82 മൂൺസിന്റെ. പിന്നെ ടൈറ്റൻ ആണ് സാറ്റേണിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ്. ഇതാണ് ടൈറ്റന്റെ ഒരു ഇമേജ്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന യുറാനസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ അവസാനം വരുമ്പോ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്, അതിനകത്ത് പറഞ്ഞുതരാം യുറാനസിന്റെ സ്പെഷ്യാലിറ്റി. സസ്പെൻസ്. അപ്പൊ നമുക്ക് യുറാനസ് കുറിച്ച് നോക്കാം. യുറാനസ് or Arun is the 3rd largest planet of the solar system. Its diameter is almost 4 times that of the Earth. It can contain as many as nearly 64 Earths in it. Hydrogen and methane have been detected in the atmosphere of this planet. This planet is observed to have bluish green colors. This is believed to be because of the presence of methane gas in its cold, clear atmosphere. Its northern hemisphere remains in a 4-decade-long period of darkness because of the way the planet rotates. So far, 27 satellites or moons of Uranus have been discovered. Titania is the biggest one of Uranus. Solar systemത്തിലെ 3rd largest planet ആണ് യുറാനസ്. അതിന്റെ ഡയാമീറ്റർ 4 പ്രാവശ്യം എർത്തിന്റെ ഡയാമീറ്ററിന് ഈക്വൽ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് നമ്മുടെ യുറാനസ് എന്ന് വിചാരിക്കുക, ഇതിനകത്ത് 4 എർത്തിന് ഇങ്ങനെ അതിന്റെ ഡയാമീറ്റർ ആയിട്ട് വെക്കാൻ പറ്റും. അതിന്റെ നടുക്കുള്ള പോർഷനിൽ 4 എർത്തിനെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ മാസം നോക്കുവാണെങ്കിൽ അതിനകത്ത് 64 എർത്തിന് അതിനകത്ത് കൊള്ളാൻ സാധിക്കും. അപ്പം നമുക്കൊന്ന് ഓർത്ത് നോക്കിയാൽ മതി അതിന്റെ സൈസും എല്ലാം. ഇതിനകത്തുള്ള ഗ്യാസുകളൊക്കെ നോക്കുവാണെങ്കിൽ ഹൈഡ്രജനും മിഥേനുമാണ് അതിനകത്ത് ഇപ്പം ഡിറ്റക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്യാസുകൾ, ഹൈഡ്രജനും മിഥേനും. അപ്പൊ ഇതിനൊരു ബ്ലൂഷ് ഗ്രീൻ അപ്പീരിയൻസ് ഉണ്ട്. അതിന്റെ കാരണം ഈ മിഥേനാണ്. ഈ മിഥേൻ ഉള്ളതുകൊണ്ട് അത് ഒരു ബ്ലൂഷ് ഗ്രീൻ കളറാണ്
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ ബ്ലൂ ഗ്രീൻ കളറായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിന് നോർത്തേൺ സൈഡ് റിമെയിൻസ് ഇൻ എ 4 decade long period of darkness. ഇതിന് നോർത്തേൺ സൈഡ് 4 decade ആയിട്ട് ഫുൾ ഡാർക്ക്നെസ്സിലാണ് നിൽക്കുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞ റൊട്ടേഷൻ. അതാണ് എന്റെ ഒരു സ്പെഷ്യാലിറ്റി. അത് ഞാൻ അവസാനം ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് എന്ന് ഞാൻ അപ്പൊ തന്നെ പറയാം. അത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഞാൻ ഒരു ആക്സിസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഇത്തിരി കൂടെ മനസ്സിലാകുമ്പോ ഞാൻ ആ ഇമേജ് കാണിക്കുന്ന ഇത്തിരി കൂടെ മനസ്സിലാവും. ഈ യുറാനസ് കറങ്ങുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് രീതിയിലാണ്. യുറാനസ് ഇങ്ങനെയാ കറങ്ങുന്നത്. സാധാരണ പ്ലാനറ്റ്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നത്. പക്ഷെ യുറാനസ് ഇങ്ങനെയാ കറങ്ങുന്നത്. അത് കിടന്ന് ഉരുളുക, റോൾ ചെയ്യുക. അപ്പം അതിനെ സണ്ണിനെ റിവോൾവ് ചെയ്യുമ്പോൾ ബാക്കി പ്ലാനറ്റ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ യുറാനസ് ഇങ്ങനെ റോൾ ചെയ്താണ് അതിനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങിയാണ് ഇങ്ങനെ അങ്ങ് പോകുന്നത്. ഇങ്ങനെ കറങ്ങുന്നതിന് പകരം ഇങ്ങനെയാ കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങി പോകും. അപ്പൊ അതാണ് യുറാനസിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ഇത് സദേൺ ഹെമിസ്ഫിയർ എന്ന് വിചാരിച്ചോ. ഇതിങ്ങനെ കറങ്ങി പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ എപ്പോഴും സണ്ണിനെ ഫേസ് ചെയ്തിരിക്കും. അതേസമയം ഈ നോർത്തേൺ ഹെമിസ്ഫിയർ മറ്റേ സ്ഥലത്തേക്കല്ലേ, അവിടെ ഫുൾ ഡാർക്ക്നെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ will remain darkened for 4 decades. Uranus has 27 moons or satellites. Right now, it has 27 moons or satellites, and Titan is the biggest moon of Uranus. So let me show you Titan. So this is the largest moon, Uranus, also known as Titania. Next, we come across the farthest planet of our solar system, Neptune. Neptune or Varun is very far away from the sun and is visible only through a telescope. It has been named after the Roman sea god Neptune. According to NASA, Neptune has 13 confirmed moons and 1 unconfirmed moon. It is unconfirmed because we are waiting to get more information about it. If the moon gets confirmed, Neptune will have 14 moons or satellites. Triton is the largest satellite of Neptune. ഈ ഗ്രഹം സൂര്യനിൽ നിന്ന് വളരെ അകലെയാണ്. ഈ ഗ്രഹത്തെ നമ്മുടെ നേക്കഡായി വെച്ച് കാണാൻ സാധിക്കില്ല. അതിനാൽ ടെലിസ്കോപ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം കണ്ണ് വെച്ച് നമ്മൾ നേക്കഡായെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കണ്ണ് വെച്ച് കാണാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര ദൂരെയല്ലേ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. നെപ്റ്റ്യൂണിന്റെ പേര് ഗ്രീക്ക് റോമൻ സീ ഗോഡായ നെപ്റ്റ്യൂൺ തന്നെയാണ് ഇട്ടേക്കുന്നത്. നെപ്റ്റ്യൂണിന് 13 കൺഫേംഡ് മൂൺസ് ഉണ്ട്, പിന്നെ ഒരു അൺകൺഫേംഡ് മൂണും ഉണ്ട്. കാരണം നമ്മൾ ആ മൂൺ കൺഫേം ചെയ്തിട്ടില്ല. കാരണം അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആണ് നമ്മളിപ്പം കളക്ട് ചെയ്യാൻ നോക്കുകയാണ്. അത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നെപ്റ്റ്യൂണിന് 14 മൂൺസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് സൈസുള്ള ട്രൈറ്റോൺ എന്ന് പറയുന്ന സാറ്റലൈറ്റ് അല്ലെങ്കിൽ മൂണിനാണ്. ട്രൈറ്റോണിന്റെ ഇമേജ് കാണിക്കാം. ഇതാണ് ട്രൈറ്റോൺ. ലാസ്റ്റ് സത്യം പറഞ്ഞ സണ്ണ് നമ്മുടെ അങ്ങനെയല്ലായിരുന്നു. സത്യം പറഞ്ഞ സണ്ണ് നമ്മുടെ ഏറ്റവും മിഡിലുള്ള. അവിടെ ഞാൻ നമ്മുടെ പ്രൈമറി സോഴ്സ് ആയിട്ട് സണ്ണിനെ ഒന്ന് ലാസ്റ്റ് വെച്ചേക്കുമായിരുന്നു. അപ്പൊ നമുക്ക് സണ്ണിനെ കുറിച്ച് നോക്കാം. The sun is made of different layers of gases. The sun is composed mainly of hydrogen gas, helium, which is hydrogen gas, which is 93%, helium gas, which is 5%, and other heavy elements, which goes for 2%. This heavy elements meaning iron, nickel, ingante karyangalokkeയാണ് other heavy elements എന്ന് ഉദ്ദേശിക്കുന്നത്. The surface layer which we see is called the photosphere. The surface layer which we see, ഈ ഒരു ലെയറിനെയാണ് നമ്മൾ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. Photosphere. Here gas swirls and bubbles about, giving the sun a molten look. ആ സണ്ണിന്റെ അകത്ത് ഈ ഇങ്ങനെ തെറിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ലെയറിലുള്ളതാണ്. അതുകൊണ്ടാണ് അതിനൊരു മോൾട്ടൻ, ഒരു ലാവ ലുക്കുള്ളത്. Surrounding the photosphere, there is an unseen layer called chromosphere. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ലെയർ ഉണ്ട് ഈ ഫോട്ടോസ്ഫിയറിന്റെ മേളില്. അതിനെ നമ്മൾ ക്രോമോസ്ഫിയർ എന്ന് പറയും.
Above this, we have corona. Corona എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. കൊറോണ എന്ന് പറയുമ്പോൾ കൊറോണ വൈറസ് അല്ല, കൊറോണ എന്ന് പറയുന്ന ഒരു ക്രൗൺ എന്ന് പറയുന്ന ഒരു ലെയർ ആണ്. ക്രൗൺ അല്ലെങ്കിൽ കൊറോണയുടെ മീനിങ് ആണ് ക്രൗൺ. അത് ഈ ക്രോമോസ്ഫിയറിന്റെ മേളിലുണ്ട്. അപ്പം എർത്തിൽ നമുക്കിപ്പം ഗ്രാവിറ്റേഷണൽ പുൾ, ഞാൻ പറഞ്ഞായിരുന്നു ഗ്രാവിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം ഈ നമ്മൾ സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് നോക്കുകയാണെങ്കിൽ the sun is 28 times the gravitational pull of the sun is 28 times the gravity of earth. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ എർത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് 1 kg ആണ് വെയിറ്റ് ഉണ്ടെങ്കിൽ 1 kg ആൾക്ക്, പക്ഷെ സണ്ണിൽ പോയി നോക്കുമ്പോൾ സണ്ണിൽ നിൽക്കാൻ പറ്റില്ല. എന്നാലും സണ്ണിന്റെ ആ ഗ്രാവിറ്റേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ആ 1 kg ഉള്ള ആൾക്ക് സണ്ണിൽ 28 kg ആയിരിക്കും ഉണ്ടാകുന്നത്. കണ്ടോ, ആ ഗ്രാവിറ്റേഷണൽ പുള്ള് 1 kg ഉള്ള ആൾക്ക് 28 kg ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Diameter of the sun is 13,92,684 kilometers. ഈ നമ്പർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഡയാമീറ്റർ, സണ്ണിന്റെ ഡയാമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം, ഈ നടുഭാഗത്തുള്ള ഏറ്റവും ലെങ്ത് ഉള്ള ആ ലൈന്, ഈ നടുക്ക് സണ്ണിന്റെ ഏറ്റവും നടുക്കുള്ള സ്ഥലത്താണ് ഡയമീറ്റർ എന്ന് പറയുന്ന ആ ലൈനിനെ കറക്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ലക്ഷം കിലോമീറ്റർ ആണ്. 13,92,684 കിലോമീറ്റർ. ഓക്കെ, സണ്ണിനായിട്ട് നിയറസ്റ്റ് സ്റ്റാർ ടു സൺ is Proxima Centauri. Proxima Centauri ആണ് സണ്ണിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ. ഇനി അതോടെ നമ്മുടെ സോളർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സും പിന്നെ നമ്മുടെ മെയിൻ ഗ്രാവിറ്റേഷൻ പുള്ള് വരുന്ന നമ്മുടെ സണ്ണിനൊക്കെ കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് 2 വേറെ കാര്യങ്ങളുണ്ട്. ബെൽറ്റ്സ് ഓഫ് സോളർ സിസ്റ്റം. സോളർ സിസ്റ്റത്തിന് ബെൽറ്റ് ഉണ്ട്, നമ്മൾ ബെൽറ്റ് ഇടുന്ന പോലെ സോളർ സിസ്റ്റത്തിന് ബെൽറ്റ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ബെൽറ്റ് ആണ്. ഒരു ഇന്നർ ബെൽറ്റും ഉണ്ട്, ഒരു ഔട്ടർ ബെൽറ്റും ഉണ്ട്. നമുക്ക് നോക്കാം ഇന്നർ ബെൽറ്റും ഔട്ടർ ബെൽറ്റും. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നർ ബെൽറ്റ്സും ഔട്ടർ ബെൽറ്റ്സും. ഈ ബെൽറ്റിനെ പറയുന്ന ആണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. നമുക്ക് കാണുന്ന പോലെ മനസ്സിലാകാൻ പറ്റുന്നത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയ്ക്കുള്ള ഒരു ബെൽറ്റിനാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെപ്റ്റ്യൂൺ ആണിത്. നെപ്റ്റ്യൂണിന്റെ ഇതാണ് ഈ എലിപ്റ്റിക്കൽ പാത്ത്. ഈ എലിപ്റ്റിക്കൽ പാത്ത് അതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം കേട്ടോ, ഇവിടെയൊക്കെ കുറെ ഒബ്ജക്ട്സ് ഉണ്ട്. ട്രില്യൻസ്, മില്യൻസ്, ബില്യൻസ്, മില്യൻസ്, നമുക്ക് നമ്പർ അറിയത്തില്ല. പക്ഷെ ഈ ഒബ്ജക്ട്സ് എല്ലാം കൈപ്പ ബെൽറ്റ് എന്ന് പറയുന്ന വേറെ ഒരു ബെൽറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റിനെക്കാളും കൂടുതൽ തിക്ക് കൈപ്പ ബെൽറ്റിനെ കുറിച്ച് ഇപ്പൊ പറയാൻ വരാം. നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റ്. Asteroid belt. The asteroid belt is a place in our solar system where small bodies, mostly rocks, rocky and some metallic objects, orbit the sun. Sometimes scientists call these little worlds minor planets. One is called Ceres, which is even considered as a dwarf planet. It's actually an asteroid. These objects move mostly between the orbits of the of our solar system's 4th planet Mars and 5th planet Jupiter. So it is between these 2 planets, Mars and Jupiter. ഇടയ്ക്കുള്ളതാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ്. Astronomers once thought that they were the leftovers of a rocky planet that Jupiter's gravity tore apart a long time ago. Now they think differently. They think that asteroids are likely simply a remnants of the creation of our solar system. ഇപ്പൊ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ആദ്യത്തെ ബെൽറ്റിനെയാണ്, ആദ്യത്തെ ഇന്നർ ബെൽറ്റിനെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. അതിനകത്ത് റോക്കി കാര്യങ്ങളുണ്ട്. ആസ്ട്രോയിഡ്സ് ഇങ്ങനെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സ് ആണ്, നമ്മുടെ ഇത് ഒബ്ജക്ട്സ് ആണ് ഉള്ളത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് സണ്ണിന്റെ റിംഗ് സണ്ണിന്റെ റിംഗ് വരെയാണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ചുമ്മാ ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺ റിംഗ് ആണ് ഒരു ബെൽറ്റ് പോലത്തെ റിംഗ് പോലത്തെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ആസ്ട്രോയിഡിനാണ് സിറസ് എന്ന് പറയുന്നത്, സിറസ്. അപ്പം അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് വരെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ വലിപ്പം കാരണം. സത്യം പറഞ്ഞാൽ ഒരു ആസ്ട്രോയിഡ് ആയിട്ടാണ്,
പക്ഷെ അതൊരു ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതുള്ളത് നമ്മുടെ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയ്ക്കാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് രണ്ട് തിങ്കിങ്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആദ്യം ആൾക്കാർ ആസ്ട്രോണമേഴ്സ് ഓർത്തത് ഇത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു പ്ലാനറ്റ് ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി കാരണം പൊട്ടിത്തെറിച്ചു പോയതാണ്. അത് ഇങ്ങനെ പൊട്ടിപ്പോയതാണ്. അതുകൊണ്ടാണ് പിന്നെ സണ്ണിന്റെ ഗ്രാവിറ്റി കാരണം അത് അവിടെ അങ്ങ് ഇരുന്നു. പക്ഷെ ഇപ്പൊ അവര് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു ആസ്ട്രോയിഡ്സ് നമ്മുടെ സോളർ സിസ്റ്റത്തിന്റെ ഫോർമേഷൻ 4.6 ബില്യൺ ഇയേഴ്സ് മുമ്പുള്ള സോളർ സിസ്റ്റത്തിന്റെ ഫോർമേഷനിൽ വന്ന ബാക്കി കാര്യങ്ങളാണെന്നാണ് ഇപ്പൊ ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ രണ്ട് തർക്കങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്, ഏതാണ് നമുക്ക് കൺഫേംഡ് അല്ല. ഈ രണ്ട് എക്സ്പ്ലനേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മുടെ ഇവിടെ കുറെ മീറ്റർ ഷവേഴ്സ് ഒക്കെ കാണുന്നില്ല. അപ്പം ഈ കുറെ മീറ്റേഴ്സ് വരുന്നതിന്റെ കാരണം ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് ഈ കുറെ മീറ്റേഴ്സ് വരുന്നത് എർത്തിലേക്ക്. അതിനകത്തുനിന്ന് കുറെ എണ്ണം മാർസിൽ പോയി ഇടിക്കുന്നുണ്ട്. ഈ ജൂപ്പിറ്റർ ഇല്ലായിരുന്നെങ്കിൽ, ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ എർത്തിൽ വന്ന് ക്രാഷ് ചെയ്യുമായിരുന്നു, അങ്ങനെ എർത്ത് പോവായിരുന്നു. പക്ഷെ ജൂപ്പിറ്റർ ഇപ്പോഴും ആ ആസ്ട്രോയിഡ് ബെൽറ്റിനെ പിടിച്ചു നിർത്തുന്നുണ്ട്, ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി കാരണം. അതുകൊണ്ട് ഇടയ്ക്ക് ചിലത് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ചിലത് മാർസിൽ പോയി ഇടിക്കും, പക്ഷെ ചിലത് എന്നാലും എർത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ മീറ്റർ ഷവേഴ്സ് ആസ്ട്രോയിഡ്സ് ഒക്കെ ആയിട്ട് കാണുന്നത്. അതുപോലെ ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ കൈപ്പർ ബെൽറ്റിലേക്ക് പോകുന്നുണ്ട്. The Kuiper Belt is a donut-shaped region of icy bodies beyond the orbit of Neptune. There may be millions of these icy objects, collectively referred as the Kuiper Belt objects, or the KOBs, or trans-Neptune objects, TNOs. In this distant region of our solar system. Similar to the asteroid belt, the Kuiper Belt is a region of leftovers from the solar system's early history. Like the asteroid belt, it also has been shaped by a giant planet, although it's more of a thick disk like donut than a thin belt. ഇപ്പൊ ഞാൻ ഇതിനെ ഒരു ഡോണറ്റ് ഷേപ്പിലാണ് ഉദാഹരിച്ച് എക്സാമ്പിൾ ചെയ്തേക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും ഡോണറ്റ് കണ്ടിട്ടില്ലേ, നടുക്കൊരു പൂജ്യം പോലെ ഉണ്ടായിട്ട് പിന്നെ ഒരു തിക്ക് ഡിസ്ക് ആണ്. സീരീസ് കണ്ടിട്ടില്ലേ, CD, അതുപോലെ തന്നെയാണ് നമ്മുടെ ക്യൂബർ ബെൽറ്റ്, നമ്മുടെ കൈപ്പർ ബെൽറ്റ് ഇരിക്കുന്നത്. കൈപ്പർ ബെൽറ്റ് നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ കൈപ്പർ ബെൽറ്റ്. അത് ആസ്ട്രോയിഡ് ബെൽറ്റിനേക്കാളും തിക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്ക് ഷേപ്ഡ്, ഇത്തിരി തിക്കാണ്. അത് ഈ സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോ ഉണ്ടായിരുന്ന ബാക്കി കാര്യങ്ങളിൽ നിന്ന് ആണ് ഉണ്ടായത്. ഇതിനകത്ത് മെയിൻലി ഐസി ഒബ്ജക്ട്സ് ആണ് കൂടുതൽ. ഒബ്ജക്ട്സ് ഐസി ആണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഭയങ്കര ഡിസ്റ്റന്റ് അല്ലേ, സണ്ണിന്ന് ഭയങ്കര ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലല്ലേ. അതുകൊണ്ട് അവിടെ അത് ഫ്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അവിടെ ഹീറ്റ് കിട്ടുന്നില്ല. അപ്പം ഞാൻ 2-3 എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സാറ്റലൈറ്റ്സിനെ കുറിച്ചും, അതുപോലെ തന്നെ ഇത്തിരി മെർക്കുറിന്റെ ഡയമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ വെറുതെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. The first satellite sent to space by India is Aryabhatta. ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ സാറ്റലൈറ്റ് സ്പേസിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റിന് ആര്യഭട്ട എന്നാണ് പേരുള്ളത്. ആര്യഭട്ട നമുക്ക് എല്ലാവർക്കും അറിയാലോ, സീറോ ഇൻവെന്റ് ചെയ്ത ആള്. അദ്ദേഹമാണ് സീറോ കണ്ടുപിടിച്ചത്, സീറോയെ ഡിസ്കവർ ചെയ്തത്. Sirius was the first asteroid discovered by an Italian scientist, G. Piazzi, on January 1st, 1801. അപ്പം സിറസ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ള മറ്റേ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് കൺസിഡർ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്ട്രോയിഡ് ആണ് സിറസ്. സിറസ് നമ്മൾ കാണപ്പെടുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിലാണ്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച ആള് ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ജി പിയാസി. ഇത് കണ്ടുപിടിച്ചത് ജനുവരി 1st ആണ്, ന്യൂ ഇയർ കണ്ടുപിടിച്ചത്. 1801 കണ്ടുപിടിച്ചത്. ജനുവരി 1st ആണ് കണ്ടുപിടിച്ചത് ബൈ ഇറ്റാലിയൻ സയന്റിസ്റ്റ് ജി പയാസി. The first Indian experimental remote sensing satellite was Bhaskara 1.
ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിങ് എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ഭാസ്കര 1 ആയിരുന്നു. The age of our moon is 4.527 billion years. ഞാൻ അവിടെ ബില്യൺ എഴുതിയില്ല, അതിനൊരു ഷോർട്ട് ഫോം ആയിട്ട് ബി എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ മൂണിന്റെ ഏജ് ആണ് അവിടെ പറയുന്നത് 4.527 billion years. 4.527 billion years. The speed of light in a second is 3 into 10 raised to 8 meter per second. അത് ഞാൻ നേരത്തെ സൈഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. The diameter of Mercury is 4,879 kilometer. The diameter of Mercury is 4,879 kilometer. അപ്പൊ അത് അത്ര കുഞ്ഞതാണ്. അത്ര കുഞ്ഞാന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ഇതാണ്, പക്ഷെ അതിന്റെ ഡയമീറ്റർ ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞതാണ്. അതുകൊണ്ടാണ് ഏറ്റവും സ്മോളസ്റ്റ് പ്ലാനറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ പറഞ്ഞാൽ ഞാൻ കാണിക്കുമായിരുന്നു ഒരു ഇമേജ്, ഞാൻ എന്റെ പ്രോമിസ് സ്കിപ്പ് ചെയ്തു. ഇതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊന്ന് ഒബ്സർവ് ചെയ്തേ. ഇങ്ങോട്ടുള്ള ആരോ അല്ലേ ഇങ്ങോട്ടല്ലേ, അതേസമയം വീനസിന്റെ ആരോ മാത്രം ഇങ്ങോട്ടുണ്ട്. അതിന്റെ കാരണം എന്നാ, വീനസ് ബാക്കിയുള്ള പ്ലാനറ്റിനെ പോലെ ഇങ്ങോട്ടല്ല കറങ്ങുന്നത്, അതിന്റെ പകരമായിട്ട് ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. അത് കാരണമാണ് വീനസിന്റെ റൊട്ടേഷൻ ഡിഫറെന്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, യുറാനസിനെ കണ്ടോ 90 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, റോൾ ചെയ്യുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള എല്ലാം കണ്ടോ, നമ്മുടെ എർത്തിന്റെ ഇതാണ് ആക്സിസ് ഞാൻ ഉദ്ദേശിച്ച ഒരു ഇമാജിനറി ലൈൻ. ഈ ആക്സിസ് 23.5 ഡിഗ്രി ടിൽറ്റഡ് ആണ്, അതാണ് സ്ലാൻഡ് ചെയ്തിരിക്കുന്നത്. യുറാനസിനെ നോക്കുകയാണെങ്കിൽ റോൾ ചെയ്യുകയാണ്, അതിങ്ങനെ കറങ്ങുമല്ല, ഇങ്ങനെ കിടന്ന് റോൾ ചെയ്ത് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സണ്ണിന്റെ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ യുറാനസിന്റെ ഈ സൈഡ് കണ്ടോ, അത് സണ്ണിന്റെ ഫേസ് അല്ല ചെയ്യുന്നത്, അത് ഇന്ന് എവയാണ്. അതിന്റെ ഈ സൈഡ് മാത്രം സണ്ണിനെ ഫേസ് ചെയ്തിരിക്കുന്നു, അതേസമയം ഈ സൈഡ് ഫേസ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ഈ സൈഡിൽ ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇതില്ല, അവിടെ എപ്പോഴും ഡാർക്ക് ആണ്. കാരണം ഉള്ള ഈ റൊട്ടേഷന്റെ കാരണം ഇത് നെപ്റ്റ്യൂൺ ഭയങ്കര എവയാണ്. നമുക്കിവിടെ എർത്തിൽ 24 hours ആണ് റൊട്ടേഷൻ എടുക്കുന്നത്, അതേസമയം നെപ്റ്റ്യൂണിൽ വെറും 16 മണിക്കൂറാണ് എടുക്കുന്നത്. ജൂപ്പിറ്ററിൽ 10 മണിക്കൂറാണ് എടുക്കുന്നത്. മെർക്കുറിയിൽ റൊട്ടേഷൻ എടുക്കുന്നത് 176 ദിവസമാണ് മെർക്കുറിയിൽ ഒരു റൊട്ടേഷൻ എടുക്കാൻ എടുക്കുന്നത്. അപ്പം മെർക്കുറിയിലെ റൊട്ടേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒക്കെ കുറെ ദിവസം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് മെർക്യൂറിന്റെയും എർത്തിന്റെയും പിന്നെ ഇങ്ങനത്തെ ഡിസ്റ്റൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി ഞാൻ നെക്സ്റ്റിലേക്ക് പോവാം. അപ്പം അതോടെ നമ്മുടെ ജേർണി എൻഡ് ചെയ്തു. ദിസ് ഇസ് ദ എൻഡ് ഓഫ് അവർ ജേർണി. Hope you all enjoyed and learned something new. Thank you. നമസ്കാരം. നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി അറിയിക്കുന്നു. ഒരല്പം ഡിലേ ആയി, ഞങ്ങൾ തുടങ്ങാൻ ഇത്തിരി താമസിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് ആദ്യമായിട്ട് സബ് ജൂനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് സബ് ജൂനിയർ ഗ്രൂപ്പില് ഇപ്പോ 8:06 ആയിട്ടുണ്ട്. 4 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞിട്ട് 8:10 നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സബ് ജൂനിയേഴ്സിന്റെ ഗ്രൂപ്പിൽ ലഭിക്കും. അതിനുശേഷം ജൂനിയേഴ്സിന് 8:25 ലഭിക്കും. സീനിയേഴ്സിന്റെ ഗ്രൂപ്പിൽ 8:40 ലഭിക്കും. ഈ ഒരു ടൈം ഗ്യാപ്പ് ഇടാൻ കാരണം ചില വീട്ടുകളിൽ 2 കുട്ടികൾ സബ് ജൂനിയേഴ്സും ഒരേ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവരെ കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ സബ് ജൂനിയേഴ്സിന്റെ ആദ്യം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. 12 മിനിറ്റ് ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമയം. ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിനകം തന്നെ വാട്സപ്പ് റൂമുകളിൽ
നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സയൻസ് ക്ലബിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരു നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. മരിയ പറഞ്ഞു. So thank you all for attending. അതുപോലെ തന്നെ എല്ലാവർക്കും എന്തെങ്കിലും പുതിയതായിട്ട് ലേൺ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്വിസസ് ഒക്കെ ഇപ്പൊ തുടങ്ങാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പൊ വരും. അപ്പം എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു ലൈവ് മീറ്റിംഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.